ഈ മരിച്ച് പണിയെടുക്കുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ കുറേ ഒബ്സർവേഷൻസ് ആണ്. ഇപ്പം എല്ലാ മേഖലയിലും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്കിൻ ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളായിരിക്കും. അതുപോലെ തന്നെ ഒരു റിസോർട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ സ്റ്റാഫ്സായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. അതുപോലെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഫ്രണ്ട് ഓഫീസിൽ കൂടുതൽ ഉണ്ടാകുന്ന സ്ത്രീകളായിരിക്കും. ഇനി പ്രൊഫഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളാണ്. അതുപോലെ ഡോക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ പുരുഷന്മാർ ഒരുപോലെ ഉണ്ടെങ്കിലും കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് പലപ്പോഴും ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ പബ്ലിക്കുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരുപാട് മേഖലകളിലെല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിനൊരു കാരണമുണ്ട്, അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏതൊരു മേഖലയിലും മരിച്ചു പണിയെടുക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പോൾ സ്ത്രീകളെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ 50 രൂപ കൊടുത്ത് 500 രൂപയുടെ സിൻസിയാരിറ്റി ഇടും ആ ജോലിയിൽ. പല മേഖല എടുത്തു നോക്കും, പല മേഖലയും നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ എൻ്റെ ഒബ്സർവേഷൻസ്, അല്ലെങ്കിൽ ഓൾറെഡി പല പരീക്ഷണങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ബയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 50 രൂപ കൊടുത്താൽ ഇവർ 500 രൂപയുടെ സിൻസിയാരിറ്റി ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. ഉമ്മ വർക്ക് ചെയ്യുന്ന കാലത്തോളം ഒരു 5 വർഷത്തോളം എനിക്ക് തോന്നുന്നു ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും പലപ്പോഴും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ 9 to 4 അല്ലെങ്കിൽ 10 to 5 ആണെങ്കിലും പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ 24/7 ആയിരുന്നു. 24 മണിക്കൂറും 7 ദിവസവും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ഫോൺ കോൾസ് ആയിരിക്കും. AE ഓഫീസിൽ നിന്നുള്ള കോള്, DO ഓഫീസിൽ നിന്നുള്ള കോള്, DD ഓഫീസിൽ നിന്നുള്ള കോള്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കോള്, പിന്നെ സ്കൂളിലെ PTA അതിൻ്റെ കോള്, പിന്നെ സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾ, സ്കൂളിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഫുൾ ഇതുമായിട്ടായിരുന്നു ആ കുറച്ച് കാലഘട്ടം, ഒരു 3-4 വർഷം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആ സ്കൂളിനുണ്ടായി. സോ ഭീമ ടീച്ചർ എന്ന് പറയുന്നത് അവർ എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം സിൻസിയാരിറ്റിയാണ് ആ ഒരു വർക്കിന് പുള്ളിക്കാരി ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ, എനിക്ക് പരിചയമുള്ള പല മേഖലയിലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാം മരിച്ചു പണിയെടുക്കുന്ന ആൾക്കാരാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2010 കാലഘട്ടങ്ങളിൽ സെൻസസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീട്ടിൽ ചെന്ന് അവിടെ എത്ര പേരുണ്ട്, അതുപോലെ തന്നെ അവരുടെയൊക്കെ ജോലി എന്താണ്, അവരുടെ വരുമാന മാർഗ്ഗം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഈ ഗവൺമെന്റ് എംപ്ലോയീസിനെ എല്ലാവരെയും സെൻസസ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ടീച്ചേഴ്സിനും പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ ഉമ്മയും അതിൻ്റെ കൂട്ടത്തിൽ പോകുമായിരുന്നു. ഉമ്മ ഇങ്ങനെ ഓരോ വീട്ടിലും കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര കൃത്യതയോടെയും വ്യക്തതയോടെയും ചോദിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഈ മെയിൽ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജെൻഡർ ഒന്നുമില്ല, ആണിനെ പെണ്ണിനെ എല്ലാം ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ മെയിൽ ടീച്ചേഴ്സിനെ സാറന്മാരെന്നും പറയും, ഫീമെയിൽ ടീച്ചേഴ്സിനെ ടീച്ചർ എന്ന് വിളിക്കും. സോ ഈ മെയിൽ ടീച്ചേഴ്സ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഈ ഫീമെയിൽ ടീച്ചേഴ്സ് ഒരു 5 വീട് കയറുന്ന സമയം കൊണ്ട് മറ്റേ ഒരു 25 വീട് കവർ ചെയ്യും. അവരൊരു വീട്ടിൽ കയറി നിന്നിട്ട് അവർ നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് അവരോട് ചോദിക്കും അപ്പുറത്താരാ താമസിക്കുന്നത്, അവിടെ എത്ര പേരുണ്ട്, അവരുടെ ജോലി എന്താ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ മാത്രം നടത്തി അവരിങ്ങനെ പോവും. അവരോട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ച് എല്ലാ ആൾക്കാരെയും അല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും എല്ലാ ആൾക്കാരെയും അല്ല, ഞാനൊരു കണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ നടക്കുന്ന സമയം, ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ ഇവർക്ക് പോകേണ്ടി വരും. ഈ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണം, എത്ര വന്നു, എത്ര ഇതു, ഇങ്ങനെ അവർ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല, ഇവർ ചോദിക്കുമ്പോൾ പറയണം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫീമെയിൽ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇവർ കൃത്യം വരുന്ന എണ്ണും, ഇങ്ങനെ എത്ര പേര് വന്നു, ഇങ്ങനെ ഫുള്ള് നോക്കിയിട്ട് ആ കൃത്യമായിട്ടുള്ള കണക്ക് എഴുതി കൊടുക്കും. അതേസമയം ഈ മെയിൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവരെ ഒന്ന് ചോദിക്കുമ്പോൾ ഇവർ കൃത്യമായിട്ടൊന്നും എണ്ണാൻ നിൽക്കത്തില്ല, ഒരു റഫായിട്ടുള്ള ഫിഗർ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഏറ്റവും അവസാനം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇവർ കൃത്യമായിട്ടുള്ള കണക്ക് സബ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ ഞാൻ പറഞ്ഞാൽ സിൻസിയറിറ്റി കുറച്ച് കൂടുതലാണ്. ഒരു ചത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. 50 രൂപ കൊടുത്ത് 500 രൂപയ്ക്ക് പണിയെടുക്കും. ഇവർ കൃത്യമായിട്ടൊരു എണ്ണി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും സ്ത്രീകളെ ജോലിക്ക് വെക്കുമ്പോൾ തലവേദന കുറവാണ്, കൃത്യത കുറച്ച് കൂടുതലാണ്. മാത്രമല്ല പിന്നെ സിൻസിയർലി ഒരു ഓഫീസ് ജോബൊക്കെയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ട് സ്ത്രീകളോട്ടായിരിക്കും. കാരണം നമ്മൾ ഓവറായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നം പറയേണ്ട, വീണ്ടും വിളിച്ച് ചോദിക്കേണ്ട, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർത്ത് വെക്കും, കറക്റ്റ് സമയത്ത് ചെയ്യും. പല സ്ഥലങ്ങളിലും ആണുങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന അത്രയും ശമ്പളവും കൊടുക്കേണ്ടി വരുന്നില്ല പല സിറ്റുവേഷൻസിലും. ഇപ്പോൾ ഒരു സെയിം ജോലി തന്നെ ആണുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപയാണ് ആണുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു 800-850 രൂപയാണ് പലരും കൊടുക്കുന്നത്. ഇത് വേറൊരു തരത്തിൽ ചൂഷണമാണ്. ഇവരുടെ ഈ സിൻസിയറിറ്റിയും ഇതിനെ വേറൊരു തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഈ ലേഡി ഡോക്ടേഴ്സ് ഇരിക്കുന്നിടത്തും മെയിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്നിടത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഈ ലേഡി ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ ഫുള്ള് റിപ്പോർട്ട് വാങ്ങിക്കും, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറേ സമയം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മെയിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവരിക്കും എന്താ മോനെ, എന്താ പ്രശ്നം, എന്നിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് മരുന്ന് എഴുതി തരും. അപ്പം അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, അത് എഫക്റ്റീവാണ്, കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കും, അസുഖം മാറും, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. പക്ഷേ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഇവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇങ്ങനെ ചോദിച്ച് എഴുതി അതുമായി ആ റിപ്പോർട്ട് നോക്കി ഈ റിപ്പോർട്ട് നോക്കി അങ്ങനെ അത്രയും സ്ട്രെയിൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഇപ്പുറത്ത് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരിങ്ങനെ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു ഉഴപ്പം മട്ടൊക്കെ തോന്നും, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ് സംഭവം വിടും. രണ്ടുപേരും ചെയ്യുന്നത് സംഭവം എഫക്റ്റീവ് ആണ്, പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ടീച്ചേഴ്സിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സ് വരുന്നത് അവർ കൃത്യമായിട്ടുള്ള ടീച്ചിങ് മാനുവൽ, ടീച്ചിങ് നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ ടീച്ചിങ് നോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കൃത്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കും. അതേസമയം മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ സാറന്മാർ വരുമ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ നേരെ കൈയും വീശി ഒന്നെങ്കിൽ ഒരു മുണ്ടക്കി കൊടുത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് ഇങ്ങനെ നേരെ നടന്നു വന്നിട്ട് നേരെ ക്ലാസ്സിലോട്ട് കയറും. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കും, അത് നോക്കി ഇവർ പഠിപ്പിച്ചിട്ട് ഇവർ പോകും. നിങ്ങളിൽ തന്നെ പല ആളുകൾ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന മോശമെന്നല്ല ഞാൻ പറയുന്നത്, അവർ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എഫേർട്സിൻ്റെ കാര്യം, ഇപ്പം മെയിൽ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് എന്നെ പഠിപ്പിച്ച. ഒന്ന് എന്നെ +2 പഠിപ്പിച്ച ബിജു സാറ്, അയ്യച്ചാടി സ്കൂളിൽ ജൂണോ സാറ്, പിന്നെ 10th പഠിപ്പിച്ച ബിനു സാറ്, 7th സ്റ്റാൻഡേർഡിൽ മാത്സ് പഠിപ്പിച്ച ബിനീഷ് സാറ്. ഇവരെല്ലാം അടിപൊളിയായിട്ട് പഠിപ്പിക്കും, ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഇവരുടെ സബ്ജക്റ്റിലൊക്കെ തന്നെയാണ്. ഇപ്പം എനിക്ക് +2 ഏറ്റവും കൂടുതൽ മാർക്ക് ഫിസിക്സിനായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ജൂണോ സാറും ബിജു സാറുമാണ് പഠിപ്പിച്ചത്. ഫിസിക്സിന് 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കെമിസ്ട്രി പഠിപ്പിച്ചത് മിനി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറായിരുന്നു. കെമിസ്ട്രിക്കും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അതുപോലെ 10th പഠിപ്പിച്ച ബിനു സാറ് മാത്സ് പഠിപ്പിച്ച, അതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. 7th മാത്സ് പഠിപ്പിച്ച ബിനീഷ് സാർ, പുള്ളിക്കാരനും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. അപ്പോൾ ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും. പഠിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ 2 രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞ ടീച്ചേഴ്സ് എല്ലാം കയ്യിൽ ഒരു ബുക്ക് പോലും ഇല്ല, ചുമ്മാ നടന്നു വരും. പിന്നെ ഞാൻ കുറച്ചുകൂടെ നോട്ട്സൊക്കെ എഴുതി കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് നെക്സ്റ്റ് ലെവലിൽ പഠിപ്പിക്കുന്നിട്ടുള്ള ജൂണോ സാറാണ്. പുള്ളി ഒരു ബുദ്ധിജീവി ടൈപ്പാണ്, വേറൊരു മൈൻഡാണ് പുള്ളിയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇവരൊന്നും ഒരു രീതിയിൽ ജോലി ആത്മാർത്ഥപൂർവ്വമുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഇടുന്ന എഫേർട്ട് 2 രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റോ പ്രോജക്റ്റോ ഒക്കെ വെക്കണമെങ്കിൽ 80% പെൺകുട്ടികളും അത് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വെക്കും. ബാക്കി 20% ചിലപ്പോൾ വെക്കാതിരിക്കുള്ളൂ. പക്ഷേ ആണുങ്ങളുടെ കേസിൽ, ബോയ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ 80% പറഞ്ഞ സമയത്ത് വെക്കില്ല എന്നുള്ളതാണ് സത്യം. ബാക്കി 20% കുറച്ച് പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ആമ്പിള്ളേർ മാത്രം വെക്കും. ബാക്കി 80% ബോയ്സും ഒന്നെങ്കിൽ ഈ വെക്കാൻ പറഞ്ഞ ദിവസത്തിൻ്റെ രാവിലെ ക്ലാസ്സിൽ വന്നിരുന്ന് എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ടീച്ചേഴ്സിൻ്റെ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേട്ടിട്ട് അടുത്ത ദിവസം കൊണ്ട് വെക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രൊഫഷണലി പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഇത്രയും സിൻസിയറിറ്റി ഓവറായിട്ട് അവർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള റിസർച്ച് ജേർണലുകൾ, അതുപോലെ തന്നെ കുറച്ച് ടോപ്പിക് ഈ റെഡിറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് വായിച്ച്, പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ലെക്ചേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതെല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് കിട്ടിയ കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന്, ഈ പ്രൂവ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പുരുഷന് ലഭിക്കുന്ന അതേ അംഗീകാരമോ അല്ലെങ്കിൽ അതേ പ്രൊമോഷനോ അതേ പൊസിഷനോ കിട്ടണമെങ്കിൽ ഇവർക്ക് പലപ്പോഴും പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ഹാർഡ് വർക്കേഴ്സ് ആണെന്ന് തെളിയിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടെ ഓവർ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്, സിൻസിയറിറ്റി കുറച്ചുകൂടെ കൂടുതൽ കാണിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ആഫ്റ്റർ ഓഫീസ് വർക്കുകൾ, അതായത് ഈ ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ടും ഈ ഓഫീസിലെ പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കാൻ കുറച്ചുകൂടെ ഒരു സന്നദ്ധത കാണിക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാർ ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എല്ലാ ഓവർ വർക്കേഴ്സ് ഉണ്ട്, ഓവർ സിൻസിയറിറ്റി കാണിക്കുന്ന ആൾക്കാരുണ്ട്, എന്താ പറയുന്ന ഹാർഡ് വർക്കേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറയുന്ന മെജോറിറ്റി കണ്ടുവരുന്നത്, ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, ഒരു കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് കൂടുതൽ കാണുന്ന എന്താണോ അതാണ് നമ്മൾ പറയുന്നത്. സോ ഇതിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു. പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ അടുത്ത കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി പോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് വിട്ട് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു സിൻസിയറിറ്റി കിടക്കുകയാണ്. അപ്പം ഓഫീസ് വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളൊരു അതിനുള്ളൊരു വില്ലിങ്നെസ് ഇവർക്ക് കൂടുതലാണ്, കുറച്ചുകൂടെ വില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്പനികൾ ഇവരെ ഹയർ ചെയ്യുകയും ഇവരെ മുതലെടുക്കുകയും ചെയ്യും. അപ്പം കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന മിക്ക സ്ത്രീകളോടും ചോദിച്ചാൽ ഭയങ്കര പ്രഷറൈസ്ഡ് ആണ് അവർ. നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും. കാരണം ഓഫീസിൽ വർക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലും ഇത് വർക്ക് ചെയ്യും.
അപ്പോൾ അങ്ങനെ ആഫ്റ്റർ ഓഫീസ് വർക്കുകൾ, ആഫ്റ്റർ ഓഫീസ് ഹോം വർക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്ന പരിപാടി അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിൽ പലപ്പോഴും ഇവരുടെ കരിയറിനോ ഇവരുടെ ഗ്രോത്തിനോ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊക്കെ ഇവർക്ക് ഓവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അടുത്തൊരു കാര്യമാണ് പെർഫെക്ഷനിസവും പേടിയും. ഈ പെർഫെക്ഷനിസവും പേടിയും ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങളിൽ തന്നെയാണ്. അതൊന്നും നമ്മൾ അതിൽ തർക്കമൊന്നുമില്ല. കാരണം ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡാണ്. അത്രയും പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. അതങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം എന്നൊക്കെയുള്ള കുറെ ഒന്ന് ഉരുട്ടിപ്പരട്ടി കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അവർക്ക് കൂടുതലുണ്ട്. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, ഈ ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ ബോസിന്റെയും തെറി കേൾക്കേണ്ടി വരുമോ, ചീത്ത കേൾക്കേണ്ടി വരുമോ, അങ്ങനെയുള്ള പേടി ഭയങ്കരമായിട്ട് ഇവർക്കുണ്ട്. ഈ ആണുങ്ങൾ പലപ്പോഴും ലോജിക്കലി അവരുടെ ജോലികൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും ഇമോഷണലി ആണ് അവരുടെ ജോലികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചുകൂടെ പെർഫെക്ഷനിസ്റ്റുകളാണ്. മറ്റവര് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി അത്രയും പെർഫെക്ഷനിസത്തോടു കൂടി മേളിലുള്ള ആളുടെ ചീത്ത കേൾക്കേണ്ടി വരല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു 2-3 മണിക്കൂർ എടുത്ത് ഇവർ ചെയ്യും, അല്ലെങ്കിൽ 4 മണിക്കൂർ എടുത്ത് ഇവർ ചെയ്യും. അപ്പോൾ പെർഫെക്ഷനിസം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണ്. ഇങ്ങനെ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം സ്ട്രെസ് അനുഭവിക്കണം. മറ്റവനും കിട്ടുന്ന 1000 രൂപ ഇവർക്കും കിട്ടുന്ന 1000 രൂപ. മറ്റവൻ അത് 1 മണിക്കൂർ കൊണ്ട് വലിയ സ്ട്രെസ് ഒന്നും എടുക്കാതെ ചെയ്യുന്നു. ഇവർ 3 മണിക്കൂർ 3.5 മണിക്കൂർ എടുത്തിട്ട് അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെർഫെക്ഷനിസം ട്രാപ്പ് എന്ന് പറയുന്നത് ലേഡീസ് കൂടുതൽ ഓവർ ഇൻവെസ്റ്റ് ചെയ്യാനും ഓവർ സിൻസിയറിറ്റി ഇടാനും ഉള്ളൊരു ട്രാപ്പാണത്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എങ്ങനെയും ഒരു ജോലി വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു ലക്ഷ്യം ഇന്ന് പല സ്ത്രീകളിലും ഉണ്ടായി വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇത്രയും കോമ്പറ്റീഷനുള്ള ഫീൽഡിൽ കുറച്ച് ഓവർ ഇൻവെസ്റ്റ് ചെയ്ത് സ്വയം പ്രൂവ് ചെയ്താൽ മാത്രമേ നല്ലൊരു ജോബ്, നല്ലൊരു പൊസിഷൻ, നല്ലൊരു സാലറി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ അത്രയും സിൻസിയറിറ്റി കാണിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും ഇമോഷണൽ ബേൺ ഔട്ടിലേക്കും ഒക്കെ ഇവരെ കൊണ്ടെത്തിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് സ്റ്റഡീസ് ഞാൻ അവിടെ വെക്കാം. ഒന്ന് മെക്കിൻസി ആൻഡ് കമ്പനി, മെക്കിൻസി ആൻഡ് leanin.org, ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പഠനങ്ങളിൽ ഒന്നായിട്ടുള്ള വുമൺ ഇൻ വർക്ക് പ്ലേസിന്റെ റിപ്പോർട്ട് പ്രകാരം പുരുഷന്മാരെക്കാളും വളരെ ഉയർന്ന റേറ്റിലാണ് സ്ത്രീകൾ ബേൺ ഔട്ട് അനുഭവിക്കുന്നത്. കോർപ്പറേറ്റ് വർക്ക് പ്ലേസിലെ 42% സ്ത്രീകളും വലിയ ഹൈ ലെവലിലുള്ള ഇമോഷണൽ ബേൺ ഔട്ട്, മെന്റൽ ബേൺ ഔട്ട് അനുഭവിക്കുന്നതായിട്ട് ഈ സ്റ്റഡി പറയുന്നുണ്ട്. അതുപോലെ ദ തേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, സ്ത്രീകൾ ഈ ഓഫീസിലെ ജോലിക്ക് പുറമെ ഒഫീഷ്യൽ ടൈമിന് ശേഷവും മറ്റുള്ള കോവർക്കേഴ്സിനെ സഹായിക്കാനായിട്ടും ടീമിന്റെ വെൽബീയിങ്ങിനായിട്ടും ഒക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടുന്ന എക്സ്ട്രാ എഫേർട്ടിന് പലപ്പോഴും ഇവർ അർഹിക്കുന്ന തരത്തിലുള്ള റെമ്യൂണറേഷനോ അല്ലെങ്കിൽ അതിനുള്ള സാലറി ഒന്നും ഇവർക്ക് കിട്ടാറില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മെന്റൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദമൊക്കെ വളരെ അധികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് ഗാലപ്പ് സർവേ. ഗാലപ്പ് പുറത്തുവിട്ട ഗ്ലോബൽ റിപ്പോർട്ട് അനുസരിച്ച് കോർപ്പറേറ്റ് സോണിലുള്ള പുരുഷന്മാരെക്കാളും കൂടുതൽ എംപ്ലോയി എൻഗേജ്മെന്റ് റേറ്റ് സ്ത്രീകൾക്കാണ്, വളരെയധികം കൂടുതലാണ്. ജോലിയിൽ കടുത്ത കോമ്പറ്റീഷൻ നൽകാൻ ശ്രമിക്കുന്നതിലൂടെ ഉയർന്ന തോതിലുള്ള മാനസിക സമ്മർദ്ദമാണ് ഇവർ അനുഭവിക്കുന്നതെന്നാണ് ഗാലപ്പിലെ റിപ്പോർട്ട് പറയുന്നത്. തീർന്നില്ല, ഇനിയുണ്ട് ഡെലോയിറ്റ് റിപ്പോർട്ട്, വിമൻ അറ്റ് വർക്ക്. ഡെലോയിറ്റ് ഗ്ലോബലി നടത്തിയ പഠനത്തിൽ പറയുന്നത് 53% സ്ത്രീകൾക്കും അവരുടെ തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാളും സ്ട്രെസ് ലെവൽ കൂടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഓരോ വർഷവും സ്ട്രെസ് ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പകുതിയോളം സ്ത്രീകൾക്കും അവരുടെ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത് മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഡെലോയിറ്റ് റിപ്പോർട്ട് വിമൻ അറ്റ് വർക്ക്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ജോലികൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ 40% പേര് പറയുന്ന ഒരു റീസൺ ആണ് ഈ വർക്ക് പ്ലേസിൽ ബേൺ ഔട്ട് എന്ന് പറയുന്നു. ഇനിയും തീർന്നില്ല, മെക്കിൻസി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമുണ്ട്. 30 രാജ്യങ്ങളിലായി 30,000-ലധികം ജീവനക്കാരിൽ നടത്തിയ പഠനത്തിൽ വർക്ക് പ്ലേസ് എക്സോഷനും മാനസിക ബുദ്ധിമുട്ടും പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലോബലി 46% സ്ത്രീകൾ വർക്ക് പ്ലേസ് എക്സോഷൻ അനുഭവിക്കുമ്പോൾ പുരുഷന്മാരിൽ ഇത് വെറും 38% ആണ്. എസ്പെഷ്യലി ഇന്ത്യ, ജപ്പാൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ 10%-ലും കൂടുതലാണ് ഈ ഡിഫറൻസ്. ഇനിയും ഒരുപാട് റിസർച്ചസ് ഉണ്ട്, എല്ലാം കൂടെ വെക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ ഇനഫാണ് ഈ ഒരു കാര്യം പറയാൻ. സോ എനിക്കപ്പം ഇത് കാണുന്ന സ്ത്രീകളോട്, ലേഡീസിനോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളത്തിന് മാത്രം ജോലി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്നതിനനുസരിച്ചുള്ള ശമ്പളം ചോദിച്ച് വാങ്ങിക്കുക. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള ശമ്പളം വാങ്ങിച്ചിട്ട് ഈ ഓവർ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഇമോഷനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഫാമിലിയെ നശിപ്പിക്കരുത്. കാരണം ഈ സ്ട്രെസ് കൂടുന്നതിലൂടെ നിങ്ങളുടെ ശാരീരികാവസ്ഥയും നിങ്ങളുടെ മാനസികാവസ്ഥയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും ഓവർ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ മരുന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വരും ഈ സ്ട്രെസ്സിൽ നിന്ന് ഒഴിവാകാൻ. നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഏതൊരു രോഗത്തെക്കാളും വലിയൊരു നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു പാർട്ടിന് മാത്രമേ ബാധിക്കുള്ളൂ. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി തൊട്ട്
കാൽ വെള്ള വരെ നന്നായിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പല ആളുകളും പല അസുഖം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാണാം. പക്ഷേ സ്ട്രെസ് കൊണ്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് എന്താ കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരുപാട് സിംറ്റംസ് കാണിക്കും. അതിൽ പല സിംറ്റംസും നോക്കുമ്പോൾ പല അസുഖങ്ങളുടെ സിംറ്റംസ് ആയിരിക്കും, പല അസുഖങ്ങളോട് മാച്ച് ഉണ്ടാവും. എന്നാൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ അസുഖം കാണത്തുമില്ല. സോ സ്ട്രെസ് എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഓവർ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ച് ജോലി എടുക്കുക. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഈ മെന്റൽ ഹെൽത്തും കൂടെ നോക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അല്ല ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ സന്നദ്ധത കാണിക്കുന്നുണ്ട്, കോർപ്പറേറ്റുകൾ നിങ്ങൾ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. സാലറി കുറച്ച് തന്ന് നിങ്ങൾ ഓവർ ടൈം ചെയ്യിപ്പിച്ച്, മാത്രമല്ല നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ജോലി സാധ്യതയും കൂടെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കാൻ 2 പേരുടെ ജോലി എടുക്കുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടേണ്ട ജോലി സാധ്യതയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പം പറയുക, നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രം എടുക്കുക. ഓവർ ടൈമോ അല്ല നിങ്ങളിങ്ങനെ ഓവർ എക്സോസ്റ്റഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ മാനസികാരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ജോലി എടുക്കുക. അപ്പോൾ 50 രൂപയുടെ ശമ്പളത്തിന് 500 രൂപയുടെ ജോലി ചെയ്യുന്ന എല്ലാ വിമണിനും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെ അവരൊരു എംപ്ലോയി ആയിട്ട് മാത്രമാണ് കാണുന്നത്, അത് നിങ്ങളുടെ ഫാമിലി അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. മറ്റൊരാളുടെ പോക്കറ്റാണ് വീർക്കുന്നത്, മറ്റൊരാൾക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ, signing off.